ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ആശുപത്രി ഡൈനാമോസ് പുഴക്കര റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായി. ജലനിധി ഓഫീസ്, ഡൈനാമോസ് ഗ്രൗണ്ട്, പുഴക്കര, ഇരിക്കൂർ ടൗൺ, AMI സ്കൂൾ, വണ്ടിത്താവളം തുടങ്ങിയ മേഖലകളിലേക്കുള്ള റോഡാണ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നത്. ടാറിംഗ് മുഴുവനും ഇളകി കരിങ്കല്ല് മാത്രമായി കുഴികളും രൂപപ്പെട്ടിരിക്കുകയാണ്. നെടുവള്ളൂർ, കോളോട്, പൂഞ്ഞിട്ടക്ക്, ബസ് സ്റ്റാൻഡ്, ടൗൺ മേഖലകളിലെ നൂറുകണക്കിന് നാട്ടുകാരും വിദ്യാർത്ഥികളും നിത്യവും ഉപയോഗിക്കുന്ന റോഡാണിത്. 2 വർഷത്തിലധികമായി ഈ റോഡ് തകർന്നു കിടക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ നിത്യവും അപകടത്തിൽപ്പെടുകയും കാലവർഷത്തിൽ വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യുന്ന ഈ റോഡിന്റെ കോൺക്രീറ്റ് അടിയന്തരമായി ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെയും സമീപവാസികളുടെയും പ്രധാന ആവശ്യം. ഡൈനാമോസ് ഗ്രൗണ്ട് ഇന്ന് നമ്മുടെ പുഴക്കരയിലേക്ക് പോകുന്ന റോഡാണ്. നമ്മൾ ടൗണുമായിട്ട് ബന്ധിക്കുന്ന ഏറ്റവും നല്ല പാസേജാണ്. നമ്മുടെ ഈ തകർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമാകാനായി. യാതൊരു നടപടിയും ഈ പരിസരത്ത് ഇതിൻ്റെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് ആവശ്യം നമ്മൾ MLA അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫണ്ട് തരാൻ വേണ്ടി. എത്രയും പെട്ടെന്ന് തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 2 വർഷമായി ദുരിതം അനുഭവിക്കുന്നത്. വെള്ളപ്പൊക്കവും മറ്റൊക്കെ ആയിട്ട് റോഡ് തകർന്നിട്ട് ഇപ്പോൾ 2 വർഷം. ഈ 2 വർഷവും ഈ റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് അപേക്ഷകളും ഒരുപാട് പരാതികളും ഒരുപാട് ഫോൺ കോളുകളും ഇതൊക്കെ നടത്തി. പക്ഷേ ഇതുവരെ ഇതിൻ്റെ മുകളിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ വളരെ നിരാശയുണ്ട്. അതായത് 10,000 വന്നു പോകുന്ന ഒരു റോഡാണ്. മാർക്കറ്റിലേക്കായാലും ശരി, ടൗണിലേക്കായാലും ശരി, ബൈക്ക് യാത്രയായാലും ശരി, മറ്റുള്ള എല്ലാ രീതിയിലും ഒരു ബന്ധിപ്പിക്കുന്ന മെയിൻ റോഡിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു റോഡാണ്. പക്ഷേ ഇതുവരെ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല. പൊട്ടിത്തകർന്ന് കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് നന്നാക്കണമെന്നുള്ള അഭിപ്രായമാണ് ഡൈനാമോസിൻ്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്കുള്ളത്. അതിന് അധികൃതർ കണ്ണു തുറക്കണം എന്നുള്ള അഭിപ്രായമാണ് പറയാനുള്ളത്.